ഇന്ധനവില വർധനയിൽ ഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികളും ദുരിതത്തിലാണ്. ട്രോളിംഗ് നിരോധനം കൂടി എത്തിയതോടെ മേഖല കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കും. ഇനിയുള്ള 52 ദിവസം ബോട്ടുകൾക്ക് കടലിൽ പോകാൻ കഴിയില്ല. 3800ഓളം വരുന്ന ട്രോളിംഗ് ബോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ കടലിൽ പോകില്ല. അയൽ സംസ്ഥാനത്തെ ബോട്ടുകൾക്ക് നിരോധനത്തിന് മുന്നേ തീരം വിട്ടു പോകാൻ നിർദ്ദേശം നൽകിയിരുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ഉപരിതല മത്സ്യമായ മത്തിയെ സംരക്ഷിക്കുന്നതിനായാണ് 37 വർഷം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രോളിംഗ് നിരോധനം നടപ്പാക്കിയത്. എന്നാൽ ബോട്ടുകൾ അടിത്തട്ടിലെ മത്സ്യമാണ് പിടിക്കുന്നത്. ട്രോളിംഗ് സമയം മാറ്റണമെന്നാണ് ബോട്ടുടമകളുടെ ആവശ്യം. ട്രോളിംഗിന് മുൻപുള്ള ആഴ്ചകളിൽ കനത്ത മഴയും കപ്പൽ അപകടവും മൂലം മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതിനാൽ 52 ദിവസത്തിൽ നിന്ന് അവസാന 10 ദിവസമെങ്കിലും ഇളവ് അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ബോട്ടുടമകളുടെ ആവശ്യം. ട്രോളിംഗ് നിരോധനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പിടിക്കുന്ന മത്സ്യങ്ങൾ യഥാർത്ഥത്തിൽ അടിത്തട്ടിലെ മത്സ്യങ്ങളാണ്. ഈ മത്സ്യങ്ങളുടെ പ്രജനന സമയം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. ട്രോളിംഗ് നിരോധനമാണ് നടപ്പിലാക്കേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം, അതായത് ഉപരിതല മത്സ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അടിത്തട്ടിൽ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകളെ മാത്രമാണ് നിരോധിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഉദ്ദേശശുദ്ധി യഥാർത്ഥത്തിൽ നടപ്പിലാവുന്നില്ല. അതേസമയം ഉപരിതല മത്സ്യമായ മത്തി അയിലയാണ് ഈ സമയത്ത് മുട്ടയിടുന്നത്. ആ മത്തിയും അയിലയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യം നമുക്ക് ഈ ട്രോളിംഗ് നിരോധനം, ട്രോളിംഗ് ബോട്ടുകൾ നിയന്ത്രിക്കുന്നത്. ട്രോളിംഗ് ബോട്ടുകൾ പിടിക്കുന്ന അടിത്തട്ടിലെ മത്സ്യങ്ങളായ കട്ടിൽ ഫിഷും സ്കുഡും ഒക്ടോപ്പസും അതുപോലെ തന്നെ റാണി ഫിഷും ലിസാർഡ് ഫിഷും എല്ലാം അടിത്തട്ടിലെ മത്സ്യങ്ങളാണ്. ഇത് ഉപരിതലവുമായി ഒരു ബന്ധവുമില്ല. അതാണ് അതിന്റെ വിരോധാഭാസം. മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം. മുൻ വർഷങ്ങളിലേതിനേക്കാൾ പരിഗണന വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. സി മലയാളം ന്യൂസ്, കൊല്ലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.